بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം അറിഞ്ഞും ഉൾക്കൊണ്ടും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ഒരു ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളിലും, അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, മനുഷ്യരാവട്ടെ മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ, അങ്ങനെ എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫളലുകളും ദറജകളും അത് വെച്ചിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാം. നമ്മൾ എഴുതുന്ന പരീക്ഷയിൽ പോലും അല്ലെ, ആ ഒരു ഏറ്റ വ്യത്യാസം പഠനത്തിനനുസരിച്ച്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ അതിമനോഹരവും അതേപോലെ ഏറ്റവും ശ്രദ്ധേയവുമായ സൃഷ്ടി എന്ന് പറയുന്നത് അത് മനുഷ്യനാണ്. ഖുർആൻ അത് തറപ്പിച്ച് പറഞ്ഞ വിഷയമാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാന്മാർ, മഹത്തുക്കൾ അത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എടുത്തു നോക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തുൽ ഫാത്തിഹയാണ്. ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണ്. 1/3 എന്ന് സൂറത്തുൽ ഇഖ്ലാസിനെ പരിചയപ്പെടുത്തി, 10/1 എന്ന് സൂറത്തുൽ കാഫിറൂനെ പരിചയപ്പെടുത്തി. എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് നിനക്ക് രക്ഷ നൽകുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ, മാസങ്ങളിൽ, ദിവസങ്ങളിൽ ഒക്കെ ആ ഒരു ഫളലും ദറജയും വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആനിൽ പവിത്രമായ മാസങ്ങളെ അല്ലാഹു മാസങ്ങളെ എണ്ണിയപ്പോൾ അതിൽ 4 പവിത്രമാണ് എന്ന് എണ്ണി പറയാനുള്ള കാരണം, നമുക്കറിയുന്നത് പോലെ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ നല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള
ആളുകൾ ഏതാണ്ട് പരിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഉംറകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരെന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. എത്രയോ കാലത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പൂവണിയുന്നതായിരിക്കും ഓരോരുത്തരുടെയും ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധ ഹജ്ജ് മാസത്തിലേക്ക്, ദുൽഹിജ്ജയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൽ 1 മുതൽ 10 വരെയുള്ള ആ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമലുകൾ കൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ദിവസമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതിലൊന്ന് ഹജ്ജ് എന്ന 22-ാം സൂറത്ത് അധ്യായം, അതിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതിലൊരു പ്രയോഗം ഇതാണ്: അയ്യാമിൻ മഅലൂമാത്, ഫീ അയ്യാമിൻ മഅലൂമാത്. മഅലൂമാത്ത് എന്ന് വെച്ചാൽ അറിയപ്പെട്ടത് എന്നാണ്. അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ്. മഹാനായ തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതനാണ്. ഇവരൊക്കെ പറഞ്ഞത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെയാണ് അള്ളാഹു ഈ പറഞ്ഞ പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അതേപോലെ ഖുതുബയുടെ ആരംഭത്തിൽ ഓതിവെച്ച ആയത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന ആ 2 വചനങ്ങൾ, വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ വെള്ളി പെരുന്നാളിന്റെ ആ ദിവസത്തെ പ്രഭാതമാണെന്നും, വലയാലിൻ അശ്ർ 10 രാവുകൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെയാണ് എന്നും പറയുന്നുണ്ട്. ഇവിടെ വ എന്ന പദം ഉപയോഗിച്ചു. വാവ്, ആ വാവ് എന്താ? വാവുൽ ഖസമാണ്. സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ ദിവസങ്ങളെ പരിചയപ്പെടുത്തിയത് എന്നത് ആ ദിവസത്തിന്റെ ഫളിനെ ഒന്നുകൂടി ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന് സൂറത്തുൽ ബുറൂജിലെ ഒരു ചെറിയ ആയത്താണ്. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെ സത്യം എന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ അള്ളാഹു പറഞ്ഞ അഷാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമഅയാണ്. അതേപോലെ വൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, ദുൽഹിജ്ജ 9 ആണ്. അഥവാ ഈ പറഞ്ഞ ദുൽഹിജ്ജ 1 മുതൽ 10ന്റെ ഇടയിൽ വരുന്ന ഒരു ദിവസം എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഫളലുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാഹ് ഈ ദിവസത്തിന് ഫളല് വരാനുള്ള കാരണമായി ഒരു സാധ്യതയായി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ദിവസങ്ങളുടെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പരിശോധിച്ചാൽ അതിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വല്ലദീ യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജത്തി ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദ. ഉമ്മഹാത്തുൽ ഇബാദത്ത് എന്നറിയപ്പെടുന്ന ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ സംഗമിക്കുന്നുണ്ട്. അതെന്താണ്? വഹിയ അസ്വലാ, ആ ദിവസങ്ങളിൽ നമസ്കാരമുണ്ട്, വസ്വിയാം നോമ്പുണ്ട്, വസ്വദക്ക പ്രത്യേകം പുണ്യം ലഭിക്കുന്ന സ്വദക്കകളുണ്ട്, പ്രത്യേകിച്ച് ഉൽഹിയ പോലെയുള്ളതൊക്കെ, വൽ ഹജ്ജ് ഹജ്ജ് വരുന്നുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം ഒന്നിച്ചു വരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു മാസത്തിലും വരുന്നില്ല. അതായിരിക്കും അതിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബി വചനത്തിലൂടെ പറഞ്ഞത്, പ്രവാചക വചനത്തിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വേറൊരു ദിവസമില്ല. കാലു, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, വലൽ ജിഹാദു, ജിഹാദ് പോലും അത് കഴിഞ്ഞിട്ടാണോ നബിയെ? കാല, അപ്പൊ റസൂൽ പറയാ, വലൽ ജിഹാദു, ജിഹാദ് പോലും അത് കഴിഞ്ഞിട്ടാണ്. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ഉദ്ധരിച്ചതാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ സമ്പത്തും ശരീരമായിട്ട് പുറപ്പെടുന്നു, ഒന്നും ഇല്ലാതെ അവൻ മടങ്ങാൻ, അഥവാ അവന്റെ സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു, അവന്റെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു, അങ്ങനെയാണ് അവൻ തിരിച്ചു മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ മടക്കം അവന്റെ വീട്ടിലേക്കല്ല,
മറിച്ച് പരലോകത്തേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അങ്ങനെയുള്ള ഒരുവൻ ഒഴികെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, അത്രയും ശ്രേഷ്ഠത ഈ ദിവസത്തിനുണ്ട് എന്നാണ്. വേറൊരു ഹദീസിൽ കാണുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇങ്ങനെയാണ്: മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ ഹബ്ബ ഇലൈഹി. അള്ളാഹ്ക്ക് ഏറ്റവും മഹത്തരമായ ദിവസം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഈ ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്നൊരു റിപ്പോർട്ട് നമുക്ക് വേറെയും കാണാൻ സാധിക്കും. ഒരു റമദാൻ കടന്നു വരുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. റമദാൻ വരുമ്പോ ആരും നമ്മളോട് പറയാതെ നമ്മൾ ഒരുങ്ങുന്നുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10 വരുമ്പോ ആരും നമ്മളോട് പ്രത്യേകം പറയാതെ നമ്മൾ എഴുന്നേറ്റ് ഖിയാമുൽ ലൈലിന് പോകുന്നുണ്ട്. നമ്മൾ സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ഖുർആൻ ഓതുന്നുണ്ട്. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു റമദാന്റെ ഒരു പ്രത്യേകമായ ഹുർമത്താണ്. പക്ഷേ എന്തോ ദുൽഹിജ്ജ വരുമ്പോ ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. എത്ര വരെ എന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറഞ്ഞത്, റമദാനിന്റെ അവസാനത്തെ 10 രാവിനേക്കാൾ പ്രതിഫലവും പുണ്യവും ഉണ്ട് ദുൽഹിജ്ജ ആദ്യ 10 പകലുകൾക്കെന്നാണ്. ദുൽഹിജ്ജ ആദ്യ 10 രാവുകൾക്കെന്നല്ല, റമദാനിന്റെ അവസാനത്തെ 10 രാവുകൾക്ക് നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രതിഫലം എത്രയാണോ അതിനേക്കാൾ പ്രതിഫലം ദുൽഹിജ്ജ ആദ്യ 10 പകലുകളിൽ ചെയ്യുന്ന അമലുകൾക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാരൊക്കെ ഉണർത്തിയിട്ടുള്ളത് അങ്ങനെയാണ്. അതേപോലെ നോമ്പ്, ചില പണ്ഡിതർ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞത് ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് എന്നാണ്. എന്നാൽ പൊതുവായ നിലയ്ക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അള്ളാഹു ഏറ്റവും മഹത്തരമായി കണക്കാക്കുന്ന ദിവസങ്ങളിലെ ഈ കർമ്മങ്ങൾ, അതിൽ എന്ത് വരുന്നു? നോമ്പും ഉൾപ്പെടുന്നു എന്ന നിലയ്ക്ക് പൊതുവായും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യമാകുന്നവർ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് മാത്രം എടുക്കാതെ ദുൽഹിജ്ജ 1 മുതൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് കൂടി എടുത്താൽ അതേറെ പ്രതിഫലാർഹമായിരിക്കും. വിശ്വാസികളോട് അള്ളാഹു പറഞ്ഞത്, ഒരു നന്മ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ മടിച്ചു നിൽക്കരുത്, മറിച്ച് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർദുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, അള്ളാഹു പുറത്തു തരുന്ന മാർഗങ്ങളും കവാടങ്ങളും അവസരങ്ങളും എന്തുണ്ടെങ്കിലും അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം. വജന്ന, സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ ധൃതി കൂട്ടണം. അർദുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള സ്വർഗം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പറഞ്ഞത്. അതുകൊണ്ട് അത്തരം നന്മകൾക്ക് വേണ്ടി ധൃതിപ്പെടുന്ന ദിവസങ്ങളാവട്ടെ ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒന്ന് സുബ്ഹാനല്ലാഹയാണ്, മറ്റൊന്ന് അൽഹംദുലില്ലയാണ്, അല്ലാഹു അക്ബർ. അതേപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 4 വചനങ്ങളാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത്, നിങ്ങൾ ഇതിൽ ഏത് വാക്കുകൊണ്ടും ആരംഭിച്ചോളൂ. ആദ്യം സുബ്ഹാനല്ലാഹ് പറയണമെന്നില്ല, അൽഹംദുലില്ലാ പറയണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുക അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണിത് എന്ന്. അപ്പൊ ഇത്തരം ദിക്റുകൾ അധികരിപ്പിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തൗബകൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദൻബ ലഹു, ഒരാൾ ഒരു തെറ്റ് ബോധ്യപ്പെട്ടിട്ട് അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ
അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന്. അതുപോലെ അവൻ പാപപരിശുദ്ധി നേടും, മോചനം നേടും എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെയുള്ള നല്ലൊരു അവസരമായി നമ്മൾ കാണുക. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഉലമാക്കൾ, പണ്ഡിതന്മാർ, മുൻഗാമികൾ ഈ ദിവസങ്ങളെ പ്രത്യേകം കണ്ടിരുന്നു, അവരമലുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നൊക്കെ ഗ്രന്ഥങ്ങൾ, നമുക്ക് കിതാബുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മഹത്തായ ദിവസങ്ങളെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം നമുക്കെല്ലാം അറിയാം, ജീവിതത്തിൽ സന്തോഷവും സങ്കടങ്ങളും മാറി മാറി വരും. ഒരു രാഷ്ട്രീയ വിജയം വരുമ്പോൾ ഒരുപക്ഷെ സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവിടെ സങ്കടപ്പെടുന്നവരുണ്ടാകും. അതേപോലെ തന്നെ വീട്ടുകാര്യം വരുമ്പോൾ സന്തോഷിക്കുന്നു, സങ്കടപ്പെടുന്നു. സുഹൃത്തുക്കളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവിടെ സങ്കടപ്പെടുന്നു. ഈ സന്തോഷവും സങ്കടവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നമുക്കെന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കാനുള്ള ആ ഒരു വികാരം തന്നത്, ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടാനുള്ള ഒരു മനസ്സ് നൽകിയത്, ഇത് രണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ഈ രണ്ട് അനുഗ്രഹവും നൽകിയ റബ്ബ് പറഞ്ഞത്, നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവേളയുണ്ടാകുമ്പോൾ മതിമറന്ന് സന്തോഷിക്കുന്നവരാകരുത് നിങ്ങൾ. മതിമറന്ന് ആർത്തട്ടഹസിച്ച് സന്തോഷിക്കുന്നവരാകരുത് നിങ്ങൾ. അതേപോലെ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, ദുഃഖം പ്രകൃതിപരമാണ്, പക്ഷെ ആ ദുഃഖം ഒരു പരിധിക്കപ്പുറം കടന്നു പോകരുത്. അമിതമായ ദുഃഖത്തിലേക്ക് നിങ്ങൾ പോകാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലൂടെ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ശരീരത്തിൽ എന്തൊന്ന് സംഭവിക്കുമ്പോഴും അള്ളാന്റെ അറിവില്ലാതെ സംഭവിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം അള്ളാഹു വെച്ചത് എന്തിനാണ്? ഒരു വിഷമം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടാതിരിക്കാനും, ഒരു സന്തോഷവേള വരുമ്പോൾ മറന്ന് സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയാണെന്നാണ്. രണ്ടും അപകടമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് മനസ്സറിഞ്ഞ് നന്ദി കാണിച്ച് ജീവിക്കുന്നവരിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമുകൾ എന്ന് പറയുന്നത് അത് ഇൽമുകളായി നിലനിൽക്കാനുള്ളതല്ല, മറിച്ച് ഇൽമുകൾ അമലുകളിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഒരാൾക്ക് ഇൽമുണ്ടാവുകയും അത് അമലിലേക്ക് കൊണ്ടുവരികയും ചെയ്തില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. ഏറ്റവും നല്ല ഇൽമുള്ള ഒരാളായിരുന്നു ഇബ്ലീസ് എന്നാണ് പറയുന്നത്. സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവെന്ന് പോലും അവർക്കിടയിൽ അറിയപ്പെട്ട ഒരു സ്ഥാനം കിട്ടിയിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ അവന് ലഭിച്ച ഇൽമ് അമലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇൽമും അതേപോലെ കിബറും ചേർന്നപ്പോൾ അവിടെ ദൈവനിഷേധമുണ്ടായി, ദൈവധിക്കാരമുണ്ടായി, അനുസരണക്കേടുണ്ടായി. നമുക്ക് ലഭിക്കുന്ന ഇൽമുകൾ അമലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വിനയാന്വിതരായി മാറുന്നതും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുന്നതും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ സാധിക്കുന്നത്ര അള്ളാഹിനെ സൂക്ഷിക്കുക എന്നാണ് ഖുർആന്റെ അധ്യാപനം. അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. രോഗവും മറ്റു പ്രയാസങ്ങളുമായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ അള്ളാഹുവിലേക്ക് മടങ്ങി മരണപ്പെട്ട വിവരം പലരും അറിയിച്ചിട്ടുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടിയുള്ള മരണത്തിൽ അവർക്ക് ക്ഷമിക്കുവാനും കുടുംബങ്ങൾക്ക് ക്ഷമിക്കുവാനും അതേപോലെ മരണപ്പെട്ടവർക്ക് അർഹമായ പ്രതിഫലവും മഹത്തായ സ്വർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.